ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ പക്ഷേ ജപ്പാനിലെ എല്ലാ ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതേസമയം ഏഷ്യയിൽ ചൈന, ഹോങ്കോങ്, കൊറിയൻ മാർക്കറ്റുകൾ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നാസ്ഡാക്ക് അതുപോലെ തന്നെ S&P 500 ഈ രണ്ട് ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ചിപ്പ് സ്റ്റോക്കുകളായ AMD, ബ്രോഡ്കോം ഈ രണ്ട് കമ്പനികളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ആപ്പിളും ഇന്നലെ മുന്നേറിയിരുന്നു. അമേരിക്കയിലെ ട്രഷറി സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടുത്ത മീറ്റിങ്ങുകളിൽ US ഫെഡിന് 1.75% വരെ പലിശ നിരക്ക് കുറയ്ക്കേണ്ടി വരും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒരു ഇമ്പാക്റ്റും കൂടി ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്പും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മുടെ മാർക്കറ്റും ഇന്നലെ ബെറ്റർ ആയിരുന്നു. കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $3,367 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ, കോപ്പർ, അലുമിനിയം, സിങ്ക്, അയൺ ഓർ ഈ കമോഡിറ്റികളും ഇന്ന് ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. 87.69 രൂപ പെർ ഡോളറാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള ലെവല്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സ് ആയിരുന്നു. 3,644.43 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വിറ്റിട്ടുണ്ട്. നമ്മുടെ ഫണ്ടുകൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 28ാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്തിരിക്കുകയാണ്. 5,623.79 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ താരിഫ് ഇന്ത്യൻ എക്കണോമീനെ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യില്ല, GDPയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ഫോറിൻ റിസർച്ച് ഫേമിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് ഒരു അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ കമ്പനിയിൽ 75% സ്റ്റേക്ക് എടുത്തിരിക്കുകയാണ്. ഇൻഫോസിസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വിപ്രോ ഗൂഗിളായിട്ട് ടൈപ്പ് വന്നിട്ടുണ്ട്. ഏജൻറ്റിക് AI പ്രൊഡക്ട്സിന് വേണ്ടിയാണ്, പോസിറ്റീവ് ന്യൂസാണ്. ജെയിൻ ഇറിഗേഷൻ 135 കോടി രൂപയുടെ സോളാർ പമ്പിൻ്റെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ രണ്ടാമത്തെ ദിവസമായിരുന്നു നമ്മൾ സജസ്റ്റ് ചെയ്ത IPO റീഗാൾ റിസോഴ്സസ്. ഇന്നലെ വരെ ഓവർ സബ്സ്ക്രിപ്ഷൻ 26.41 ടൈംസാണ്. Q1 റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രിഗേഡ് എൻ്റർപ്രൈസസ്, ജൂബിലൻറ്റ് ഫുഡ്, BPCL, കോസ്മോ ഫസ്റ്റ്, സ്വെലക്ട് എനർജി, സാംഹി ഹോട്ടൽസ്, സിസ്റ്റം ഇൻ്റർനാഷണൽ, പുതുതായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആന്തം ബയോസയൻസസ്, ജെനേസിസ് ഇൻ്റർനാഷണൽ, മിതാനി, ഈ സ്റ്റോക്കുകൾ, ഈ കമ്പനികളൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തോടുകൂടി ഓൾമോസ്റ്റ് എല്ലാ Q1 റിസൾട്ടുകളുടെയും അനൗൺസ്മെൻറ്റുകൾ കഴിയും. അതിനുശേഷം അടുത്ത ആഴ്ചയിൽ നമുക്കൊരു ഓവറോൾ അസസ്മെൻറ്റ് നടത്തി ഏതെല്ലാം സ്റ്റോക്കുകളാണ്, ഏതെല്ലാം സെക്ടറുകളാണ് അടുത്ത ദിവസങ്ങളിൽ ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്നുള്ളൊരു കാര്യം വിലയിരുത്താനായിട്ട് സാധിക്കും. നാളെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 5 പുതിയ SUVകൾ നാളെ അൺവെയിൽ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്നത് പുതിയ ബൊലീറോ ആണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ബൊലീറോ, അതുപോലെ തന്നെ മറ്റ് 4 വാഹനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് M&M സ്റ്റോക്കിൽ. നാളത്തെ പുതിയ വെഹിക്കിൾ അൺവെയിലിങ്ങിന് ശേഷം നല്ല രീതിയിലുള്ള ബുക്കിംഗ് മഹീന്ദ്ര ബൊലീറോയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് മാർക്കറ്റിൽ നിന്ന് വരുന്നത്. M&Mനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം പോസിറ്റീവ് ഗൈഡൻസ് തന്നിരിക്കുന്ന വണ്ടർല Q1 റിസൾട്ട് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് ചെന്നൈ ഓപ്പറേഷൻ ആവുന്നതോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള റവന്യൂ ഇൻക്രീസ് ഉണ്ടാവും, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വണ്ടർലനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഒപ്പം ഫണ്ടമെൻ്റൽസും മറ്റ് പാരാമീറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് കൂടിയാണ് വണ്ടർല.
അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ടൊന്ന് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവരും ഉറ്റുനോക്കുന്ന നാളെ പ്രസിഡന്റ് ട്രംപും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള ഡിസ്കഷനാണ്. ഉക്രൈൻ റഷ്യ വാർ നാളെ അവസാനിക്കില്ലയോ എന്നുള്ള കാര്യം നമുക്ക് ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷമാണ് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം നാളെ പുടിൻ ട്രംപ് ആജ്ഞാപിക്കുന്നത് പോലെ തീരുമാനമെടുത്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ റഷ്യയും പുടിനും നേരിടേണ്ടി വരുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇത് തന്നെ നാളത്തെ ഡിസ്കഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ വീണ്ടും ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ച് Q1 റിസൾട്ടുകൾ കഴിഞ്ഞു. താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോഷൻ ആവശ്യമാണ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കാതെ അതോടൊപ്പം തന്നെ അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.